ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും നിങ്ങളോട് അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവവചനത്തിലൂടെ നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസംബർ 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി, സുവിശേഷ യോഗത്തിനായി, വിടുതലിന് ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കഴിയുന്നവരൊക്കെ ഒരു ദിവസം ആ മീറ്റിങ്ങിന് വേണ്ടി ഒന്ന് ഫാസ്റ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ഞാൻ നിങ്ങളോട് അറിയിച്ചല്ലോ. അത് മറ്റൊന്നല്ല, The anointing of God, ദൈവത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ അവൻ വിടുവിക്കുകയും അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. നോക്കിയേ, how God anointed Jesus of Nazareth with the Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. ദൈവം അവനോട് കൂടെയിരുന്നു. യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നമ്പർ 1, ഡൂയിങ് ഗുഡ്, നന്മ ചെയ്യുവാൻ, ആൻഡ് ഹീലിംഗ്, സൗഖ്യം കൊടുക്കുവാൻ, ഹു വെർ ഒപ്രസ്ഡ് ബൈ ദ ഡെവിൾ, ആ പിശാച് ബാധിച്ചവരെ വിടുവിക്കുവാൻ. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. ദൈവം എന്നെ, നിങ്ങളെ തൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതിൻ്റെ പിന്നിൽ ആ അഭിഷേകം ചെയ്ത ദൈവത്തിന്, നിങ്ങളെ അഭിഷേകം ചെയ്ത ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ആ അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ റിലീസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായ അനുഭവങ്ങളുണ്ട്. അഭിഷേകത്തിനൊരു പദ്ധതിയുമുണ്ട്, അഭിഷേകത്തിന് അനുഭവങ്ങളുമുണ്ട്. നോക്കുക, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ അനോയിൻറ്റിങ് ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള, ഇത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഈ അനോയിൻറ്റിങ് നമുക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായി കഴിയും? യേശു അഭിഷിക്തനാണ്. ക്രൈസ്റ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം, നമ്മൾ ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ പറയുന്നത്? ക്രൈസ്റ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം ദി അനോയിൻറ്റഡ് വൺ എന്നാണ്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. സത്യത്തിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആ അഭിഷേകത്തിലായിരുന്നു ജനം വിടുതൽ പ്രാപിച്ചത്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തുകൊണ്ടാണ് അവൻ നന്മ ചെയ്തത്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്കും കാഴ്ചയുണ്ടായത്, പീഡിതർക്ക് സ്വാതന്ത്ര്യമുണ്ടായത്, പിശാച് ബാധിച്ചവരെയൊക്കെയും അവൻ വിടുവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ അഭിഷേകമാണ് അവിടെ ആക്ട് ചെയ്തത്, അല്ലെങ്കിൽ പ്രവർത്തിച്ചത്. ആ അനോയിൻറ്റിങ് ആയിരുന്നു വാല്യുബിൾ ആയിട്ടുള്ളത്. ന്യായശാസ്ത്രിമാർക്കൊക്കെ നന്നായിട്ട് ന്യായപ്രമാണം അറിയായിരുന്നു, പരീശന്മാർക്കൊക്കെ നന്നായിട്ട് വചനം അറിയായിരുന്നു. പക്ഷേ ന്യായശാസ്ത്രിമാരുടെ കൂടെയും പരീശന്മാരുടെ കൂടെയും ഒന്നും ഇല്ലാത്ത ജനക്കൂട്ടമായിരുന്നു യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ കംപ്ലൈൻറ്റും അതായിരുന്നു. പുരുഷാരം മുഴുവൻ, ജനം മുഴുവൻ യേശുവിൻ്റെ കൂടെയാണല്ലോ എന്നാണ് അവർ വിമർശിച്ചിരുന്നത്. പുരുഷാരം കംപ്ലീറ്റ് കർത്താവിൻ്റെ കൂടെയായിരുന്നു. വാട്ട് ഈസ് എ റീസൺ? ന്യായപ്രമാണം അറിയാവുന്ന ന്യായശാസ്ത്രിയുടെ കൂടെ ഇല്ലാത്ത ജനവും വചനം പറയുന്ന പരീശന്മാരുടെ കൂടെ ഇല്ലാത്ത ജനവും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ മേളിൽ വ്യാപരിച്ച അനോയിൻറ്റിങ് ആണ്, അഭിഷേകം, മിറക്കിൾസ് ചെയ്യുന്ന ആ അനോയിൻറ്റിങ്. 5 അപ്പവും 2 മീനും യേശു കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് 10,000 വർദ്ധിക്കും. പച്ചവെള്ളത്തെ നോക്കി കൽപ്പിച്ചാൽ അത് വീഞ്ഞാകും. കൂനിയായ സ്ത്രീയെ തൊട്ടാൽ നിവർന്നു നിൽക്കും. മരിച്ചുപോയ ആളുടെ പേര് വിളിച്ചാൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. അപ്പോൾ അസാധാരണമായ ഡെലിവറൻസുകൾ, അസാധാരണമായ മിറക്കിളുകൾ
യേശു കർത്താവിലൂടെ നടന്നതിൻ്റെ കാരണം വേദപുസ്തകം വ്യക്തമാക്കുന്നത് അനോയിന്റിങ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ അനോയിന്റഡ് വൺ, ഈസ് എ സൺ ഓഫ് ഗോഡ്. അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. പക്ഷെ മറുഭാഗത്ത് യേശു ക്രിസ്തു സകലത്തിലും നമുക്ക് മാതൃകയായവനാണ്. എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അനോയിന്റിങ് എങ്ങനെ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് പ്രാപിക്കാം എന്നുള്ളതാണ്. നമ്മൾ പ്രാപിക്കണം. അഭിഷേകം നിങ്ങളുടെ മേൽ വരണം. ദൈവത്തിൻ്റെ അഭിഷേകമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ലോകത്തിൽ എത്രയോ പാസ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ ചില പാസ്റ്റേഴ്സിനെ വളരെ ഡിഫറെൻ്റ് ആണ് അവരുടെ മിനിസ്ട്രി, അവരുടെ വേ ഓഫ് ബിഹേവിങ്, അവരുടെ ശബ്ദം, അവരുടെ ശുശ്രൂഷ. നമ്മളത് വ്യക്തിപരമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ? ചില ആൾക്കാർ പ്രസംഗിക്കാൻ കയറുമ്പോൾ എല്ലാവരും കയറുന്ന പോലെയല്ല. അവർ പ്രീച്ച് ചെയ്യാൻ കയറുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റീസൺ എന്ന് പറയുന്നത് അവരുടെ മേളിൽ വ്യാപരിക്കുന്നതായ ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഞാൻ ചില മീറ്റിങ്ങുകൾക്കൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് പോകുമ്പോൾ അനോയിന്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സെഷനിൽ അവരെ മുമ്പോട്ട് വിളിക്കുമ്പോൾ വളരെ ആഗ്രഹത്തോടെ, തേഴ്സ്റ്റോടെ, വിശ്വാസത്തോടെ, ദാഹത്തോടെ അവർ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ദാഹം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ മേളിൽ ഒരു അഭിഷേകത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ നിമിഷം, ആ മൂവ്മെൻറ്റിൽ വ്യാപരിക്കുന്നതിന് കാരണമാകും. കാരണം യേശു യോഹന്നാൻ 7:37 പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ യേശു പറഞ്ഞത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവുണ്ട്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. എന്നാൽ അനോയിന്റിങ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് വെരി സ്പെഷ്യൽ കേസ്. അഭിഷേകം എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ അതോറിറ്റി, അതൊരു അധികാരമാണ്. ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുൻപ് രാജാവല്ലായിരുന്നു. ദാവീദിനെ എപ്പോൾ അഭിഷേകം ചെയ്തോ അപ്പോൾ മുതൽ അവൻ ഇസ്രായേലിൻ്റെ രാജാവായി അല്ലേ? അപ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ മേളിൽ ഭയങ്കര ഒരു ഉത്തരവാദിത്വം വന്നു. ഓർക്കണം, അഭിഷേകം എന്ന് പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്, അഭിഷേകത്തിനൊരു പദ്ധതിയുണ്ട്, അഭിഷേകം ചെയ്ത ദൈവത്തിന് അഭിഷേകം ചെയ്തവനെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. അപ്പോൾ തന്നെ അഭിഷേകം എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. ഒരു വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം അവനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുവിശേഷം അറിയിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, നന്മ ചെയ്യുവാൻ, സോ മെനി തിങ്സ്, ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ, പിശാചി ബാധിച്ചവരെ രക്ഷിക്കുവാൻ, മെനി തിങ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനോയിന്റിങ്ങിനകത്തുണ്ട്. എന്നാൽ എങ്ങനെ നമുക്ക് ഈ അനോയിന്റിങ്ങിനെ നമ്മൾ പറയത്തില്ലേ, ആ വ്യക്തിയുടെ മേളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഭയങ്കരമാണ്, അതെൻ്റെ മേളിൽ വരണം. ഞാനും ആഗ്രഹിച്ചു, ഞാൻ മറ്റൊന്നും ഈ ലോകത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. സത്യമായും എൻ്റെ മാന്യപ്രേക്ഷകരോട് പറയുന്നു, വീടോ വസ്തുവോ പണമോ ഈ ലോകത്തിലുള്ളതൊന്നും ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെയുമല്ല ജീവിക്കുന്നത്. എന്നെ അടുത്തറിയാവുന്നവർക്ക് അതറിയാം. എന്നാൽ ഒരു വ്യക്തിയുടെ മേളിൽ വ്യാപരിക്കുന്ന അനോയിന്റിങ്, ഒരു വ്യക്തിയുടെ മേളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ശക്തമാണെങ്കിൽ എനിക്ക് ഭയങ്കര കൊതിയാണ് അത് പ്രാപിക്കാൻ. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന അനോയിന്റിങ് എൻ്റെ മേളിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കർത്താവെ അതുപോലെ ശുശ്രൂഷിക്കാൻ, അതുപോലെ പ്രാപിക്കുവാൻ, കർത്താവെ ആ ലെവലിൽ നിൽക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു തേസ്റ്റ്, ആ ഒരു കൊതി തന്നെയാണ് നമ്മളെ അതിലെത്തിക്കുന്നത്, ആ ഒരു ആഗ്രഹം തന്നെയാണ് നമ്മളതിൽ എത്തിക്കുന്നത്. എന്നാൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെയാണോ നടക്കുന്നത് നീ അതാകും എന്നാണ് ബൈബിൾ പറയുന്നത്. ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീ ജ്ഞാനിയാകും. മദ്യപാനിയുടെ കൂടെ നടന്നാൽ മദ്യപാനിയാകും, കള്ളൻ്റെ കൂടെ നടന്നാൽ കള്ളനാകും. ഈ ലോകപ്രകാരം ജീവിക്കുന്ന ആളുടെ കൂടെ നടന്നാൽ അതുപോലെയാകും. നിങ്ങൾ ആരുടെ കൂടെയാണോ വാക്ക് ചെയ്യുന്നത്, ആരുടെ കൂടെയാണോ നടക്കുന്നത്, ആരുടെ കൂടെയാണോ സഹവാസം ചെയ്യുന്നത്, ആരുടെ കൂടെയാണോ ജീവിക്കുന്നത്, നിങ്ങൾ അതുപോലെ ആകും എന്നുള്ളതിലൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു ജ്ഞാനിയുടെ കൂടെ നടന്നാൽ ജ്ഞാനിയാകും. അങ്ങനെയാണെങ്കിൽ അഭിഷിക്തൻ്റെ കൂടെ നടന്നാൽ നിങ്ങളും അഭിഷിക്തരാകും. എങ്ങനെ തെളിയിക്കാം? ബൈബിളിൽ അതേ ഉള്ളൂ തെളിയിക്കാൻ. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന, കൂടെ ജീവിച്ച ശിഷ്യന്മാരല്ലേ പിന്നത്തേതിൽ അഭിഷിക്തന്മാരായി മാറിയത്. അപ്പം തിന്നാൻ വന്നവരോ
കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു കുടിച്ചവരോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യാൽ സൗഖ്യമായവരോ ആരും അഭിഷിക്തന്മാരായി പിൽക്കാലത്തിൽ ശുശ്രൂഷിച്ചതായി നമ്മൾ കാണുന്നില്ല. ലാസർ പോലും ആ നിലയിൽ വന്നത് യേശു മരിച്ചിട്ട് ഉയർപ്പിച്ച ആളാണ് ലാസർ. മരിച്ചുപോയ ചെറുപ്പക്കാരനായിരുന്നു ലാസർ. അവനെ യേശു ഉയർപ്പിച്ചു 4-ാം ദിവസം. അവൻ പോലും ഒരു അനോയിൻറ്റഡ് പേഴ്സണായിട്ട് നിന്ന് മിനിസ്ട്രി ചെയ്തതോ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് വർക്ക് ചെയ്തതോ ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ യേശുവിൻ്റെ കൂടെ നടന്ന ജീവിച്ച യേശു കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ അവർ അനോയിൻറ്റഡായി. മോശയുടെ കൂടെ നിന്ന ജോഷുവ ബാല്യപ്രായം മുതൽ മോശയുടെ കൂടെ കൂടാരം വിട്ടു പിരിയാതെ നിന്ന ജോഷുവ അനോയിൻറ്റഡായി. ഇസ്രായേൽ മക്കൾ ലക്ഷങ്ങളുണ്ടായിരുന്നു. മോശയുടെ സഹോദരനോ സഹോദരിയോ ഒന്നും, അഹരോനോ മിര്യമോ ഒന്നും ആ നിലയിൽ വന്നതായി ജോഷുവയെ പോലെ ആ നിലയിൽ മാൻഡിൽ വീണതായി നമ്മൾ കാണുന്നില്ല. മോശയുടെ ഹൃദയം പിടിച്ചെടുത്ത് മോശയുടെ കൂടെ കൂടാരം വിട്ടുപിരിയാതെ നിന്ന് ബാല്യപ്രായം മുതൽ ഒപ്പം നിന്ന ജോഷുവയിലേക്കാണ് ആ ഇമ്പാർട്ടേഷൻ വെളിപ്പെട്ടത്. ഏലിയാവിൻ്റെ കൂടെ നിന്ന എലീശയിലേക്കാണ് ഏലിയാവിൻ്റെ മേലുള്ള ഇമ്പാർട്ടേഷൻ വെളിപ്പെട്ടത്. യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാരിലേക്കാണ് ആ ഇമ്പാർട്ടേഷൻ വെളിപ്പെട്ടത്. പൗലോസിൻ്റെ സുവിശേഷ യാത്രയിൽ, മിഷണറി യാത്രയിൽ ഒരുപാട് പേർ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പൗലോസിൻ്റെ കൈവെപ്പിനാൽ കൃപാവരം ജ്വലിക്കപ്പെട്ടത് പൗലോസിൻ്റെ ഒപ്പം നിന്ന തൻ്റെ പുത്രനായ തീമോത്തിയോസിലേക്കാണ്. ബൈബിൾ പറയുന്നു, ജ്ഞാനിയുടെ കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. അവർ അഭിഷേകത്തിനൊപ്പം നിന്നാൽ നിങ്ങളും അഭിഷിക്തരാകും. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ഒരു സ്പിരിച്വൽ ഓർഫനായിട്ട് ജീവിക്കരുത്. എന്ന് വെച്ചാൽ ആത്മീയ അനാഥത്വത്തിൽ ജീവിക്കരുത്. നിങ്ങൾക്കൊരു ദൈവസഭ വേണം. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഫാദർ വേണം. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കവറിങ് വേണം. നിങ്ങൾ അതിൽ നിന്ന് വേണം, ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ആ ഒരു സുരക്ഷിത സ്ഥാനത്ത് നിന്ന് വേണം നിങ്ങൾ വളർച്ച പ്രാപിക്കുവാൻ. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറഞ്ഞത്, സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. We need the godly order in our spiritual life. We need the godly order in our family life. We need the godly order in our church, in our finance, each and every part of our life. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നമ്മൾ നിൽക്കണം. ക്രമം തെറ്റിക്കുമ്പോൾ അത് അതിക്രമമാകുന്നത് അല്ലേ? സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഇപ്പോൾ ഒരു കഥക് നിൽക്കുന്നത് 4 വിജാവരി എന്ന് പറയുന്ന ആ കൊളുത്തുകൾക്കകത്ത് ക്രമത്തിലാണ് നിൽക്കുന്നത്. അത് ക്രമത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്മൂത്തായി അടയുകയും സ്മൂത്തായിട്ട് തുറക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അതിൻ്റെ ക്രമം തെറ്റിയാൽ അത് നന്നായിട്ട് അടയത്തുമില്ല, ചവിട്ടി തുറക്കുകയൊക്കെ വേണം, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടത് ആ ക്രമം, ആ ഓർഡർ തെറ്റിയപ്പോൾ, അത് പൊളഞ്ഞു പോയപ്പോൾ, അത് ഓർഡർ തെറ്റിയപ്പോൾ, അതിൻ്റെ ക്രമം തെറ്റിയപ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് കുടുംബ ബന്ധത്തിലും സഭയിലും വ്യക്തിപരമായ ബന്ധത്തിലും ഫൈനാൻസിലും ഒക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തെ ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത്. സഭയെന്ന് പറയുന്നത്, സഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഹൈറാർക്കിയും. ദൈവം തൻ്റെ സഭയിൽ 1-ാമത് അപ്പോസ്തലൻ, 2-ാമത് പ്രവാചകൻ, ഈ നിലയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഹൈറാർക്കിയുണ്ട്. ഈ ഹൈറാർക്കിയെ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. നമ്മൾ അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നവരായിരിക്കണം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. ദൈവവ്യവസ്ഥയോട് മറക്കുന്നവർ ശിക്ഷാവിധി പ്രാപിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യമാണ്. അപ്പോൾ നമ്മൾ ആ അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട് ആ ദൈവികമായ ക്രമത്തിൽ നിൽക്കുമ്പോഴാണ് ആ അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, രാജാവിനെ ബഹുമാനിക്കുവീൻ, അധികാരികൾക്ക് വിധേയപ്പെടുവീൻ, എല്ലാവരെയും ബഹുമാനിക്കുവാനാണ് പത്രോസ് പറയുന്നത്. ശാന്തന്മാർക്കല്ല മൂർഖന്മാർക്കും കൂടെ നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുവാൻ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വിധേയത്വം എന്ന് പറയുന്നത്, ഭർത്താവിനെ വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യ, അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ടിരിക്കുന്ന മക്കൾ, അധ്യാപകർക്ക് ഗുരുക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ദൈവികമായ അനുഗ്രഹത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്ന സത്യങ്ങളാണ്. എന്നാൽ മറുതലിപ്പ് എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണ്.
അതുകൊണ്ടാണ് റോമർ 13 പൗലോസ് പറഞ്ഞത്, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുതലിപ്പ് കാണിക്കുന്നു. ആ ദൈവ വ്യവസ്ഥയോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പോൾ സഭയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും സകലയിടത്തും ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അത് തെറ്റിക്കുവാൻ നാം ശ്രമിക്കരുത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് നമ്മൾ മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ മുകളിലുള്ള അധികാരിയിൽ നിന്നാണ് ആ അനുഗ്രഹം ദൈവം നമ്മളിലേക്ക് പകരുന്നത്. എപ്പോഴും ഓർക്കണം, അനോയിന്റിങ് വരുന്ന വഴി നമ്മൾ ഓർക്കണം. ദൈവം അഭിഷേകം ചെയ്തത്, ബൈബിളിൽ നമ്മൾ കാണുന്ന പലരെയും ദൈവം അഭിഷേകം ചെയ്തത് അവർക്ക് മുൻപേ ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികളിലൂടെയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ എലീശായെ ദൈവം അനോയിന്റ് ചെയ്തു, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് എലീശായുടെ മേളിൽ വന്നു. ആരിലൂടെ? ഏലിയാവിലൂടെ. ദാവീദിനെ അഭിഷേകം ചെയ്തു. ആരിലൂടെ? ശമൂവേലിലൂടെ. അപ്പൊ ദാവീദിന് മുൻപേ ദൈവം അഭിഷേകം ചെയ്ത ഒരു അഭിഷിക്തനെ ഉപയോഗിച്ചാണ് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തത്. ദൈവത്തിന് വേണമെങ്കിൽ ഡയറക്റ്റ് ദാവീദിനെ അഭിഷേകം ചെയ്യാമായിരുന്നു, പക്ഷെ ദൈവം അത് ചെയ്യത്തില്ല. കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതാണ്. ആമേൻ. അനന്യാസിനെ പൗലോസിന്റെ അടുക്കലേക്ക് ദൈവം അയച്ചു, ശൗലിന്റെ അടുക്കലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുൻപ്, പൗലോസ് ആക്കുന്നതിന് മുൻപ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അനന്യാസ്. അവൻ വന്ന് പ്രാർത്ഥിച്ച് കൈവച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശൗലിന്റെ മേൽ വന്നത്. പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസായി മാറിയത്. പൗലോസിന്റെ കൈവപ്പിനാലാണ് തിമോത്തിയോസിന്റെ മേളിൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെട്ടത്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ് പിന്നത്തേതിൽ അനോയിന്റഡ് അഭിഷിക്തന്മാരായി മാറിയത്. മോശയുടെ ഒപ്പം നിന്ന ജോഷുവയാണ് പിന്നത്തേതിൽ ആ മാൻഡിലുമായി മുൻപോട്ട് പോയത്. അപ്പോൾ ഒരു അഭിഷിക്തൻ്റെ ഒപ്പം ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഒരു അനോയിന്റഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനിൽ, ഒരു കൂട്ടായ്മയിൽ. നിങ്ങൾ എവിടെയാണോ പോകുന്നത്, നിങ്ങളവിടെ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾക്ക് മീതെ ദൈവമാക്കിയിരിക്കുന്ന ആ സ്പിരിച്വൽ കവറിങ്ങിൽ, ആ അനോയിന്റിങ്ങിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ചർച്ചിൽ നിങ്ങൾ വിശ്വസ്തയോടെ വിധേയപ്പെട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ കാണിക്കുവാനും അല്ല ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അവൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ നിൽക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണലായി പുറമേ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മുടെ മേളിൽ വരുന്ന ഒന്നല്ല അഭിഷേകം, ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് കരുണ കാണിച്ച് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിലൂടെ, ആ ബന്ധങ്ങളിലൂടെ നമ്മിലേക്ക് ഒഴുകി വരുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഹരോന്റെ താടി രോമങ്ങൾ ഇങ്ങനെ പറ്റി നിൽക്കുമ്പോൾ അഹരോന്റെ തലയുടെ മുകളിലാണ് അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കപ്പെടുന്നത്. അത് താടി രോമങ്ങളിലൂടെ ഒഴുകിയാണ് ശരീരത്തിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഹെഡിലാണ് അനോയിന്റിങ് ആദ്യം വരുന്നത്, തലയിലാണ് ആദ്യം ഒഴിക്കപ്പെടുന്നത്. നമുക്ക് മീതെയുള്ള അധികാരത്തിൽ, നമുക്ക് തലയായി വെച്ചിരിക്കുന്നവരിൽ നിന്നാണ് ആ അനോയിന്റിങ് നമ്മളിലേക്ക് ഒഴുകി വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ അധികാരത്തോട്, ആ അഭിഷേകത്തോട് നിങ്ങൾ അകന്നു നിൽക്കുന്നവരാകാതെ, നിങ്ങൾ ഏത് സഭയിലാണോ പോകുന്നത്, നിങ്ങൾക്ക് മീതെ വെച്ചിരിക്കുന്ന ആ അനോയിന്റഡ് പേഴ്സണോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. കാരണം ബൈബിൾ പറയുന്നു, ജ്ഞാനിയുടെ കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. പ്രൈസ് ഗോഡ്. ഏലിയാവിനെ കുറിച്ചും എലീശായെക്കുറിച്ചും ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യോർദാൻ അക്കരെ കടന്നപ്പോൾ ഏലിയാവ് എലീശായോട്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. Elisha said, please let a double portion of your spirit be upon me. നിന്റെ മേലുള്ള ആ അഭിഷേകത്തിന്റെ ഡബിൾ പോർഷൻ, ഇരട്ടി പങ്ക് എന്നിലേക്ക് പകരുവാൻ എലീശ ഏലിയാവിനോട് ആവശ്യപ്പെടുന്നു. നമുക്ക് ജസ്റ്റ് ആ പാസേജ് ഒന്ന് നോക്കാം. ഏലിയാവിന്റെ അഭിഷേകം എങ്ങനെയാണ് എലീശയുടെ മേളിൽ വന്നതെന്ന്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യം. 1 രാജാക്കന്മാർ 19-16 മുതൽ 21 വരെ. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. അപ്പം ദൈവം, സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം.
ആബേൽ മൊഹാലിൽ നിന്നുള്ള സാഫത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ദൈവത്തിന് അഭിഷേകം ചെയ്തുകൂടെ? ദൈവം എന്തിനാ ഏലിയാവിനോട് പറയുന്നത്, ഏലിയാവെ നീ പോയി അഭിഷേകം ചെയ്യണമെന്ന്? അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയിലൂടെ തന്നെയായിരിക്കും ദൈവം അടുത്ത ആളെ അനോയിന്റ് ചെയ്യുന്നത്, അഭിഷേകം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അനോയിന്റിങ്ങിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഏലിയാവിനോട് പറയുന്നു, യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. കിങ്ലി അനോയിന്റിങ്, രാജകീയമായ അഭിഷേകം. സാഫത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായ അഭിഷേകം ചെയ്യണം. പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. അപ്പോൾ പല നിലയിലുള്ള അനോയിന്റിങ്ങിനെ കുറിച്ച് ബൈബിളിൽ കാണാൻ കഴിയും. പൗരോഹിത്യ അഭിഷേകമുണ്ട്, രാജകീയ അഭിഷേകമുണ്ട്, പ്രവാചകനായിട്ടുള്ള അഭിഷേകമുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓരോന്നിനും ഓരോ റിസൾട്ടാണ്. രാജകീയ അഭിഷേകം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അതോറിറ്റിയാണ്. ആ കിങ്ലി അനോയിന്റിങ് നമ്മുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ, രാജകീയ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവം അത് നമ്മുടെ മേൽ പകർന്നാൽ, അതിന് ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ, ഡെഫിനറ്റ്ലി ആർക്കും കയറി പോകാൻ പറ്റാത്തടത്ത് ദൈവം നിങ്ങളെ കയറ്റിവിടും. ആർക്കും എത്താൻ പറ്റാത്തടത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ഓരോ വാക്കിനകത്തും ശക്തിയുടെ, അധികാരത്തിൻ്റെ ധ്വനി ഉണ്ടാകും. നിങ്ങളൊരു അധികാരിയായി നിന്നുകൊണ്ട് ദേശത്തിൽ, പട്ടണങ്ങളിൽ വാഴ്ച നടത്തും. അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. പ്രീസ്റ്റ്ലി അനോയിന്റിങ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകമാണ്. പ്രീസ്റ്റ്ലി അനോയിന്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്, പ്രവാചകനായിട്ടുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന, അവൻ്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അറിയിക്കുന്ന പ്രവാചകനായിട്ടുള്ള അഭിഷേകം. എന്നാൽ ഇത് ദൈവം ഏൽപ്പിച്ചതൊരു അഭിഷേകത്തിനെയാണ്. അപ്പം ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് അവിടുന്ന് പുറപ്പെട്ട് 19 വാക്യം, ഏലിയാവ് അവിടുന്ന് പുറപ്പെട്ട് സാഫത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 കാളയെ പൂട്ടി ഉഴവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികിൽ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അപ്പോൾ നമുക്ക് എലീശായുടെ മേളിൽ ഒരിക്കൽ പുതപ്പ് വന്നതേ നമ്മൾ പലരും അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യം ഏലിയാവിൻ്റെ പുതപ്പ് എലീശായുടെ മേളിൽ ഏലിയാവ് ഇട്ടു. ഒന്നാമത് ഏലിയാവ് എലീശായെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ പുതപ്പ് ഏലിയാവ് എലീശയുടെ മേളിലിട്ടു. അപ്പോൾ അവൻ കാളെ ഒഴിവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എലീശ 12 കാള ഉണ്ടായിരുന്നു, 12 പെയർ ഓക്സസ്, 24 കാളകൾ. അതിൽ ഒരു പെയറിൻ്റെ കൂടെ, 2 എണ്ണത്തിൻ്റെ കൂടെ ഏലീശ തന്നെയായിരുന്നു. കഷ്ടപ്പെട്ട് അതിനെ ഒഴിവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ മാൻഡിൽ, ഈ പുതപ്പ് ഏലിയാവ് എലീശയുടെ മേലിടുന്നത്. ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 20 വാക്യം, അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ആ പുതപ്പ് അവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ സ്പിരിച്വൽ കവറിങ്. ഏലിയാവ് എലീശായ്ക്ക് തൻ്റെ പ്രൊഫറ്റിക്കൽ കവറിങ് കൊടുക്കുക, ആ സ്പിരിച്വൽ കവറിങ് കൊടുക്കുക. ആ കവറിങ്ങിനകത്തേക്ക് ഏലിയാവ് എലീശായെ കയറ്റുന്നതാണ് ആ മാൻഡിൽ, ആ പുതപ്പ് അവൻ്റെ മേലിട്ടത്. ആ ഏത് കവറിങ്ങിലാണോ എലീശ കയറിയത്, ദൈവം അവനെ നിർത്തിയത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ തന്നെത്താൻ പോയി കയറുന്നതല്ല. ദൈവം എവിടെയാണോ നിങ്ങളെ നിൽക്കാൻ വിളിച്ചത്, എവിടെയാണോ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, ഏത് കവറിങ്ങിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്, ആ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുകയും, അടുത്ത വാക്യം, അവൻ ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഏത് അഭിഷിക്തന്റെ ഒപ്പം നിൽക്കുവാൻ എലീശായെ ദൈവം വിളിച്ചോ, ഏത് സ്പിരിച്വൽ കവറിങ്ങിൽ നിൽക്കുവാൻ എലീശായെ ദൈവം വിളിച്ചോ, അവൻ അവൻ്റെ പിന്നാലെ ഓടി. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ വെച്ചിട്ട് കാണുന്നവരെല്ലാം പുറകെ ഓടുന്ന ഒരു അവസ്ഥയാണ്. കാണുന്നവരെല്ലാം പുറകെ ഓടുക. ഇന്ന് ഈ സഭയിൽ, അടുത്ത ആഴ്ച അടുത്ത സഭയിൽ, അത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സഭയിൽ, ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ നടന്നതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്നാണ് ഈ പുസ്തകം, ബൈബിൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസമാധാനം കിട്ടുമായിരിക്കും, പക്ഷേ പ്രത്യേകിച്ച് നന്മകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ ഏത് കവറിങ്ങിൽ നിർത്തിയിരിക്കുന്ന ദൈവം, നിങ്ങൾ അവിടെ നിൽക്കുക. കാശ്മീരിൽ വളർന്ന് കായ്ക്കേണ്ട ആപ്പിൾ കാശ്മീരിലേ കായ്ക്കുള്ളൂ. അതിൻ്റെ ഭംഗിയും അതിൻ്റെ രുചിയും കണ്ടുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവച്ചാൽ വലിയ പാടാണ് ഇവിടെ ആപ്പിൾ ഉണ്ടാകാൻ. എന്നാൽ ഇവിടെ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാകും, തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ തെങ്ങ് ഒരെണ്ണം കൊണ്ടുപോയി കാശ്മീരിൽ പിടിപ്പിക്കുക എന്ന് വെച്ചാൽ അവിടെ തേങ്ങ ഉണ്ടാകത്തില്ല. ആ തെങ്ങിൻ്റെ തേങ്ങ ഇവിടെയും ഉണ്ടാകത്തുള്ളൂ. ദൈവം ഓരോ മണ്ണിൽ ഓരോന്നിനെ നിർത്തിയിട്ടുണ്ട്. ദൈവത്തിനറിയാം എവിടെ നിർത്തിയ ഇവനെ വളർത്തേണ്ടത്, എവിടെ നിർത്തിയ ഇവനെ ഫലം കായ്പിക്കേണ്ടതെന്ന്. നമ്മളായിട്ടല്ല അത് തീരുമാനിക്കേണ്ടത്, ദൈവം ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. നോക്കിയേ, ഏലിയാവിൻ്റെ പുറകെ എലീശ ഓടി. കാരണം ആ കവറിങ്ങിലാണ് അവനിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നുവോ, നിങ്ങൾ ഏത് അഭിഷിക്തൻ്റെ ഒപ്പം നിൽക്കുന്നുവോ, നിങ്ങൾ ഏത് ദർശനത്തോടൊപ്പം നിൽക്കുന്നുവോ, ആ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ഓടുക.
ആ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകുന്ന നിലയിൽ നിങ്ങൾ ഓടുക. ആ നിങ്ങൾക്ക് മീതെ വെച്ചിരിക്കുന്ന ദൈവപുരുഷൻ്റെ മനസ്സിൻ്റെ ആ സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിനും ശുശ്രൂഷയ്ക്കും ഒരു പൂർണ്ണത ഉണ്ടാകുവാൻ നിങ്ങൾ ഓടുക. മുൻപിൽ നിന്ന് അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ പുറകിൽ അദ്ദേഹത്തിന് ഗാർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന വ്യക്തികളായി മാറുക. മോശയുടെ കരം ക്ഷീണിക്കുമ്പോൾ അവൻ്റെ കരത്തെ താങ്ങുന്ന ഒരു അഹരോനെ പോലെ നിങ്ങൾ കൈകളെ താങ്ങുന്നവരാകുക, തളർത്തുന്നവരാകാതെ നിങ്ങൾ വളർത്തുന്നവരാകുക. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ഞാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു. മറ്റുള്ളവരെ വാക്കുകൊണ്ട് മുറിക്കുന്നവരാകരുത്, തളർത്തുന്നവരാകരുത്, മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങുന്നവരാകുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ പിന്നാലെ എലീശ ഓടി. എന്നിട്ട് പലയിടത്തും ഏലിയാവ് എലീശായെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം എലീശ ഏലിയാവിനെ വിട്ടില്ല. നമുക്കറിയാം, ഗിൽഗാലിൽ വെച്ച്, ബഥേലിൽ വെച്ച്, ജോർഡാനിൽ വെച്ച്, പലയിടത്ത് വെച്ചു ഏലിയാവ് എലീശായെ അവോയ്ഡ് ചെയ്യാൻ നോക്കി. നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. പക്ഷേ ഏലിയാവിനോട് എലീശ പറഞ്ഞു, യജമാനനാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. കാരണം എലീശയുടെ അകത്ത് അവൻ ഉറപ്പ് കിട്ടി, ജ്ഞാനിയുടെ കൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും. ഈ അഭിഷിക്തൻ്റെ ഒപ്പം നിന്നാൽ മാത്രമേ ആ പുതപ്പൻ്റെ മേളിൽ വരത്തുള്ളെന്ന് അവൻ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ അനോയിൻറ്റിങ് നമ്മളിലേക്ക് വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴിയെന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. ബന്ധത്തിലൂടെയാണ് ആ അഭിഷേകം ഒഴുകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിലെ അഭിഷിക്തനുമായി അല്ലെങ്കിൽ നിങ്ങളുടെ മീതെയുള്ള ആ വ്യക്തിത്വവുമായി നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ ബന്ധമുണ്ടാകണം, ഹൃദയപൂർവ്വമുള്ള ബന്ധം. ആ ബന്ധത്തിൽ നിന്ന് ആ അനോയിൻറ്റിങ് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷേകത്തെ നീ അവരുടെ മേൽ പകരണമേ. നിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. നിന്റെ സൗഖ്യത്തെ നീ അവരുടെ മേൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാവിധ നന്മകളാലും പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അനോയിൻറ്റിങ്ങിൽ അവരെ നിർത്തി അനേകരെ വിടുവിച്ചെടുക്കുവാൻ, അനേക ബന്ധനസ്ഥർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കർത്താവരെ ഉപയോഗിച്ചാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ഡിസംബർ 11 മുതൽ 31 വരെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പുതിയ അഭിഷേകത്തെ, ഒരു പുതിയ ആത്മീയ അനുഭവത്തെ നിങ്ങൾക്കും സ്വീകരിക്കുവാൻ കഴിയട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും 2017 ഡിസംബർ 11 മുതൽ 31 വരെ. എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ട വിലാസം: എൽ ഷദായി മിനിസ്ട്രി, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. ഇമെയിൽ അയക്കേണ്ട വിലാസം tinugeorge@gmail.com. Jesus is alive.